ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇവിടെ സ്ത്രീകൾ മുഖം മറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇതേ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ലഭിച്ചതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ചുരുക്കിക്കൊണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച എന്നുള്ളത്, അത് തെളിവുമായി ഏതിനോടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന വിഷയം വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിലെ ഓരോ ആയത്തുകളും അതുമായി ബന്ധപ്പെട്ടു വന്ന മുഴുവൻ ചർച്ചകളും പഠിക്കണം എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ഭാഗത്തേക്ക് നീങ്ങാൻ അത് ധാരാളം സമയം അനിവാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏതായാലും അങ്ങനെ ഒരു സംസാരം നടക്കാൻ സ്വാഭാവികമായും ഒരുപാട് സമയം ആവശ്യമുള്ളത് കൊണ്ട് വളരെ പ്രസക്തമായ ഈ വിഷയത്തിലുള്ള അനിവാര്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ഏതാണ് തെളിവുകളോട് ഏറ്റവും കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് എന്ന വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കാനും അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ അതിൻ്റെ ഹക്കായ നിലക്ക്, അതിൻ്റെ സത്യസന്ധമായ നിലക്ക് ഉള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കുവാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ സ്ത്രീകൾ മുഖം മറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു ഇത് വാജിബാണ് എന്ന്. രണ്ടാമത്തേത്, ഒരു കൂട്ടം പണ്ഡിതന്മാർ ഇത് മുസ്തഹബാണ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, വാജിബാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ മുഖം വെളിവാക്കി കഴിഞ്ഞാൽ അവർക്ക് അതിന് ശിക്ഷ ലഭിക്കുമെന്നുള്ളതാണ്. അതൊരു കുറ്റം ചെയ്തു എന്നുള്ളതാണ് വാജിബ് എന്ന ആ ഒരു സാങ്കേതിക പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മുസ്തഹബ് എന്ന് പറയുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, നിർബന്ധമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ മുഖം മറക്കൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു സ്ത്രീ മുഖം മറച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് മുസ്തഹബ് എന്ന ആ പദം ഇവിടെ കുറിക്കുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മുസ്തഹബാണ് എന്ന് പറയുന്ന ആളുകൾ, ആ വിഭാഗം പണ്ഡിതന്മാർ, അവർ അതിന് തെളിവായിക്കൊണ്ട് പറയുന്നത് ഇത് സ്വഹാബി വനിതകൾ അവർ മുഖം മറക്കാതെ അവർ പുറത്തേക്ക് അവരുടെ മുഖം വെളിവാക്കിക്കൊണ്ട് ഹിജാബിൻ്റെയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ അവതരിച്ചതിന് ശേഷവും അങ്ങനെ വന്നതിനുള്ള രേഖകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് വാജിബ് ആണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ശർഈയായിട്ട് മതപരമായി ഒരു കാര്യം വാജിബാകണമെങ്കിൽ അത് വുജൂബ് അറിയിക്കുന്ന, ആ വാജിബാണ് എന്ന് അറിയിക്കുന്ന തെളിവുകൾ വേണമെന്നുള്ളതാണ്. ശർഈയായ ഒരു കൽപ്പന വേണം എന്നുള്ളതാണ്. സ്വഹാബത്ത് ഈ വിഷയത്തിൽ അവർ മുഖവും മുൻകൈയും മറച്ചുകൊണ്ടുള്ള അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറക്കാതെയുള്ള അവസ്ഥയും, മുഖവും മുൻകൈയും മറക്കാതെയുള്ള അവസ്ഥയും അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്വഹാബത്തിൻ്റെ ഒരു പ്രവൃത്തി എന്ന നിലക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരമില്ലാതെ അവർ ഒരിക്കലും ചെയ്യുകയില്ല. കാരണം സ്വഹാബത്ത് എല്ലാവരും നീതിനിഷ്ഠരാണ്. ഇസ്ലാമിക ശരീഅത്ത് നടപ്പിൽ വരുത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച ആളുകളാണ് സ്വഹാബികൾ. അപ്പോൾ അങ്ങനെയുള്ളവർ അവർ മുഖവും മുൻകൈയും മറച്ചുകൊണ്ടും മറക്കാതെയും നടന്നിരുന്നു എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് മുസ്തഹബാണ്, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്, അത് വാജിബാണ്, നിർബന്ധമാണ് എന്ന കാര്യം അത് അറിയിക്കുന്നില്ല എന്നുള്ളതാണ് മുസ്തഹബാണ് എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ പറയുന്ന വിഷയം. മാത്രമല്ല, മതപരമായിക്കൊണ്ട് നോക്കുമ്പോൾ ഇസ്ലാമിൽ
ഒരു വിഷയം അത് വാജിബാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഒരു കൽപ്പന ആ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അത് നിർബന്ധത്തെ കുറിക്കുന്ന, വുജൂബിനെ അറിയിക്കുന്ന ഒരു കൽപ്പന ആ വിഷയത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ശറഈയായിട്ടുള്ള ഒരു കൽപ്പന ഉണ്ടാകണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം മറക്കണം എന്ന് പറഞ്ഞതായിക്കൊണ്ടുള്ള ഒരു കൽപ്പന ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ശറഈയായ കൽപ്പനയുണ്ട് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു കൽപ്പന ഉണ്ട് എന്നാണ്. ഇത് വാജിബാണ് എന്ന് പറയുന്ന ആളുകൾ ന്യായമായിക്കൊണ്ട് അത്തരം പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ശറഈയായ കൽപ്പന പരിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് വാദിക്കുന്ന ആ ഒരു വിഷയത്തിൽ, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ, അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് എന്ന്. മുഖം കാണിച്ച സ്വഹാബി വനിതകൾ പരിശുദ്ധ ഖുർആനിന് എതിര് പ്രവർത്തിച്ചു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് പരിശുദ്ധ ഖുർആനിലെ ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ ആ കൽപ്പന സ്വീകരിക്കുന്ന ആളുകൾ, ആ സ്വഹാബികൾ, അവരൊരിക്കലും തന്നെ ഖുർആനിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും അതിന് അനുബന്ധമായിക്കൊണ്ട് സ്വഹാബത്തെടുത്ത നിലപാടുകളുമാണ് നമ്മൾ ഇവിടെ ഈ വിഷയത്തിൽ പഠന വിധേയമാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം അവതരിക്കുന്ന, അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായ, നമുക്കെല്ലാം പരിചയമുള്ളതാണ് ഹിജാബിൻ്റെ ആയത്ത്. സൂറത്ത് അഹ്സാബിലുള്ള ആ ആയത്ത്. ഹിജ്റ 5-ാം വർഷം അഹ്സാബ് യുദ്ധത്തിന് ശേഷമാണ് ഈ ഹിജാബിൻ്റെ ആയത്ത് അവതരിക്കുന്നത്. ഇവിടെ ഈ ആയത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലം ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വല്ല മനുഷ്യരും, നല്ല മനുഷ്യരും അതുപോലെ തന്നെ ചീത്ത മനുഷ്യരും ഒക്കെ പ്രവേശിക്കാറുണ്ട്. അതായത് ചീത്ത ഉദ്ദേശങ്ങളും നല്ല ഉദ്ദേശങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൻ്റെ അകത്ത് പ്രവേശിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളുടെ മാതാക്കളോട് പർദ്ദ സ്വീകരിക്കുവാൻ അവിടുന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ അപ്പോൾ ഈ വീടിൻ്റെ അകത്തുള്ള ആളുകൾ കാണാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മറ സ്വീകരിക്കുന്ന ഒരു സംഗതി ഉണ്ട് എങ്കിൽ അത് വളരെ ഉത്തമമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെ ഹിജ്റ 5-ാം കൊല്ലം ദുൽഖഅദ മാസത്തിൽ ജഹ്ഷിൻ്റെ മകൾ സൈനബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ച ആ വിവാഹ സദ്യ കഴിഞ്ഞ രാവിലെ ഈ വചനം അവതരിച്ചു എന്നാണ്. ഏത് വചനം? സത്യവിശ്വാസികളെ, ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്. അത് ആ ഭക്ഷണം പാകമാകുന്നത് നിങ്ങൾ നോക്കിയിരിക്കുന്നവരാകരുത്. പക്ഷെ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നു ചെല്ലുക. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോവുകയും ചെയ്യുക. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാവുകയും അരുത്. തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു. എന്നാൽ നിങ്ങളോട് അത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു. സത്യത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ തോന്നുകയില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ അവരോട്, അതായത് നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അവരോട് ഒരു ഹിജാബിൽ നിന്നുകൊണ്ട്, ഒരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിച്ചു കൊള്ളുക എന്ന്. അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദൂതന് ശല്യമുണ്ടാക്കാൻ നിങ്ങൾക്ക് പാടില്ല. അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല. തീർച്ചയായും അതൊക്കെ അള്ളാഹുവിങ്കൽ ഗൗരവമുള്ള കാര്യമാകുന്നു എന്നാണ് സൂറത്ത് അഹ്സാബിലെ 53-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് പ്രത്യേകമായി അവതരിച്ചതാണ് എന്നുള്ള വിഷയത്തിൽ തർക്കമുണ്ടാവില്ലല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കയറിയാൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചൊക്കെയാണ് ഇതിവിടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിലാണ് അവിടെ ഒരു ഹിജാബ് സ്വീകരിച്ചുകൊണ്ട്, ഒരു മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് അത് ചോദിക്കണം എന്ന് പറയുന്നത്. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് പ്രത്യേകതയുണ്ടോ? സൂറത്ത് അഹ്സാബിലെ 32-33 ആയത്തുകളിൽ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയാ പറയുന്നത്, പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റ് ആരെ പോലെയുമല്ല നിങ്ങൾ.
നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് കൊഞ്ചുകുഴഞ്ഞ സ്വരത്തിൽ സംസാരിക്കരുത്, അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ എന്താ അള്ളാഹ് പറയുന്നത്? സ്ത്രീകളിൽ മറ്റ് ആരെപ്പോലെയുമല്ല നിങ്ങളെന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് പ്രത്യേകതകളുണ്ട്, മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്ത് അഹ്സാബിലൂടെ വ്യക്തമാക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ ഒരു മറ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ള പുരുഷന്മാരെ കാണാൻ പാടില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് മാത്രം പ്രത്യേകമായി കൊണ്ടാണ് എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. ഈ രൂപത്തിലാണ് ഈ ഒരു ആയത്ത് അവതരിച്ചതിന് ശേഷം ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് മറ്റു സാംസ്കാരിക മേഖലകളിലൊക്കെ പുറത്തൊക്കെ സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ആയിട്ടൊന്നും നടന്നതായിട്ട് നമുക്ക് രേഖകളിൽ കാണാൻ സാധിക്കില്ല. അതിനു മുമ്പാണ് പല യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും പല സേവനങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ വളരെ അത്യാവശ്യമായി കൊണ്ടൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ പുറത്തു പോയിരുന്നു. പ്രത്യേകമായ നിലക്ക് അവർ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഈ ആയത്ത് പരിഗണിച്ചുകൊണ്ട് ഇരുന്നിരുന്നു എന്നാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം അഹ്മദും അബൂദാവൂദും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത നേരത്തെ ഈ ഗ്രൂപ്പിൽ ചോദിച്ച ഒരു ചോദ്യമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിനും ഇഹ്റാമിലൊക്കെ ആയിരിക്കെ ഇവര് ഈ സ്വഹാബികൾ നമ്മുടെ ഉമ്മമാര് ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ പോകുമ്പോൾ അവരുടെ ജിൽബാബ് തലയിൽ നിന്ന് മുഖത്തേക്ക് ഇടും മറ്റു പുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ അന്യപുരുഷന്മാർ കാണാതിരിക്കാൻ എന്നുള്ളതിൻ്റെ പ്രേരണ വാസ്തവത്തിൽ ഈ ആയത്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എൻ്റെ മറ്റ് സ്വഹാബി വനിതകളും ഇത് സ്വീകരിച്ചു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അത് വഴിയെ വിശദീകരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ഒരിക്കലും എന്തല്ല ഈ ആയത്തിന് എതിര് പ്രവർത്തിച്ചിട്ടില്ല. അവർ അന്യപുരുഷന്മാരെ കാണുമ്പോൾ അവർ മുഖം മറച്ചിരുന്നു. അവർ ഈ രൂപത്തിൽ ഒരു ഹിജാബ്, ഒരു മറ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് അവർ സംസാരിച്ചിരുന്നുള്ളൂ എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് പ്രത്യേകമായി കൊണ്ട് ഒരു നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. എന്നാൽ സത്യവിശ്വാസിനികളായ എല്ലാവർക്കും ബാധകമായ രൂപത്തിൽ സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുക. എല്ലാവർക്കും, സത്യവിശ്വാസിനികളായ എല്ലാവർക്കും ബാധകമായ ആയത്ത്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. നബിയെ, നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ ജൽബാബ് ധരിക്കാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്നും. ഇതിൻ്റെ പശ്ചാത്തലമുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവർ എങ്ങനെയാണ് നടന്നിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായി നടക്കാൻ വേണ്ടി ആണ് എന്നുള്ള ഒരു ഭാഗമുണ്ട്, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ ഈ ജിൽബാബ് എന്ന വിഷയത്തിൽ ഈ ജിൽബാബ് സത്യവിശ്വാസിനികളായ സ്ത്രീകളുടെ മേൽ ധരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ജിൽബാബിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ അവർ പറയുന്നു ഇത് മുഴുവൻ ശരീരം മുഴുവൻ മറക്കുന്ന ഒരു വസ്ത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നുള്ളതാണ് ഇവിടെ അവർ പറയുന്നത്, വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ അതല്ല, വാജിബല്ല, മുസ്തഹബാണ് എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാർ അവർ പറയുന്നത് അത് അങ്ങനെയല്ല. അവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്ത, അതായത് സ്ത്രീകൾ ഒരു ശിരോവസ്ത്രമായി ഉപയോഗിച്ചിരുന്ന മുഖമക്കനക്ക് മുകളിൽ ധരിക്കുന്ന ഒരു തട്ടമുണ്ട്, ആ തട്ടം റിദാ എന്നാണ് പറയാതിന്, അതാണ് ഇവിടെ ജിൽബാബ് കൊണ്ട് ഉദ്ദേശം എന്നുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള, അതുപോലെ തന്നെ ഹസനുൽ ബസ്രി, അതുപോലെ അത്താ, പല പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരും സഹാബികളും ഒക്കെ ഈ അഭിപ്രായം പറഞ്ഞത് വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എന്താണ് ഇവിടെ പറയുന്ന ജിൽബാബ് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ആ ജിൽബാബ് ധരിച്ചുകൊണ്ട് അത് പുറത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് ഈ ആയത്തോടു കൂടി എന്താ
എന്തായി? എല്ലാ സത്യവിശ്വാസിനികളായ മുസ്ലിമുകൾക്കും അത് ബാധകമായി. അവരെന്ത് ചെയ്യണം? അവർ ഈ ജിൽബാബ് ധരിച്ചുകൊണ്ട് വേണം ഇറങ്ങാൻ. ഈ ജിൽബാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ശരീരം മുഴുവൻ മുഖമടക്കം മറക്കുന്ന രൂപത്തിലാണ് എന്ന്, വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം സ്വഹാബികളുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളതാണ്. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം സ്വഹാബി വനിതകൾ അവരുടെ മുഖവും മുൻകൈയും അവർ പ്രകടിപ്പിച്ചിരുന്നോ? അവരങ്ങനെ കാണിച്ചിരുന്നോ? മുഖവും മുൻകൈയും മറച്ചുകൊണ്ട് നടന്നിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവരോട് ആ രൂപത്തിൽ ഒരു മറ സ്വീകരിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ അനുകരിച്ചുകൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട് അവരുടെ വഴി സ്വീകരിച്ചവരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അത് ഉത്കൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ അതല്ലാത്ത സ്വഹാബികൾ ഉണ്ട് എന്നർത്ഥം. അതായത് മുഖം മറച്ചവരും മുഖം മറക്കാത്തവരുമുണ്ട്. ഈ മുഖം മറക്കാത്ത സ്വഹാബി വനിതകൾ അവർ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനോട് എതിര് പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അതൊരിക്കലും ശരിയല്ല അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് എന്നാണ്. അതിനെന്താണ് രേഖയുള്ളത്? എന്ത് പ്രമാണമാണ് ഈ ആയത്തും അവതരിച്ചതിന് ശേഷം? അതായത് സൂറത്ത് അഹ്സാബിലെ ഈ ആയത്തുകൾ അവതരിച്ചതിന് ശേഷം അവരെങ്ങനെ അങ്ങനെ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനൊന്ന് രണ്ട് സംഭവങ്ങൾ, തെളിവുകളാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ആയത്തും കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് ഹിജാബ് ധരിക്കാൻ പറഞ്ഞു. അവർ പുറത്തിറങ്ങുമ്പോൾ മുഖം കാണാതെ ആരും, ഒരു അന്യപുരുഷന്മാരും കാണാത്ത രൂപത്തിൽ അവർ അള്ളാഹുവിൻ്റെ ആ കൽപ്പന സ്വീകരിച്ചു. അതുപോലെ തന്നെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും സൂറത്ത് അഹ്സാബിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ജൽബാബ് ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ് ശ്രദ്ധിക്കാം. അതായത് ഈ ഹദീസിൽ പറയുന്നത് എന്താ? ഹാരിസിൻ്റെ മകൾ സബിയ അവർ ഗർഭിണിയായിരിക്കെ അവരുടെ ഭർത്താവ് ബനു ആമിർ ഗോത്രത്തിലെ സഅദ് ബിൻ ഖൗല ഹജ്ജത്തുൽ വദായിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. പിന്നെ താമസിയാതെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ പ്രസവിച്ചു. അങ്ങനെ പ്രസവശുദ്ധി കഴിഞ്ഞപ്പോൾ അവർ പുതിയ ഒരു വിവാഹത്തിന് വേണ്ടി അലങ്കാരങ്ങൾ അണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബനു അബ്ദിദ്ദാർ ഗോത്രത്തിൽപ്പെട്ട അബു സനാബിൽ ഈ വ്യക്തി ഇത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, നീ എന്താണ് വിവാഹം അന്വേഷകർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ പോലെ പുതിയ ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണോ എന്ന്. അതായത് പുറമേയുള്ള ഒരു വ്യക്തി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിന്ന ഈ സ്ത്രീയെ കണ്ടപ്പോൾ, അതായത് വിവാഹം കഴിക്കാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നറിയിക്കുന്ന ഒരു സൂചനയാണ് അത്. ആളുകൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ ആയിരിക്കും അത്. അങ്ങനെ നീ എന്താ വിവാഹ അന്വേഷകർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ പോലെ എന്ന് ആ സ്വഹാബി ചോദിക്കുകയാണ്. പുതിയ ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ 4 മാസവും 10 ദിവസവും കഴിയാതെ പുതിയ വിവാഹമൊന്നും കഴിക്കാൻ നിനക്ക് പറ്റില്ല എന്ന് ഈ സ്വഹാബി പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അബൂ സനാബിൽ ഇത് പറഞ്ഞപ്പോൾ ഈ വൈകുന്നേരമായപ്പോൾ ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് വസ്ത്രങ്ങൾ ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ഈ വിഷയത്തെക്കുറിച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, പ്രസവത്തോട് കൂടിയിട്ട് അവരുടെ യുദ്ധ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ പുതിയൊരു വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് വിരോധമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്. അതായത് 4 മാസവും 10 ദിവസവും ഇരിക്കേണ്ട ആവശ്യമില്ല, പ്രസവം കഴിഞ്ഞാൽ അവരുടെ യുദ്ധ തീർന്നു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ് ഇത് എന്നർത്ഥം. എന്താണ് ഈ ഹദീസിനെ കുറിച്ച് പറയാനുള്ളത്? ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ഈ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ, എന്ത് പണിയാണ് സ്ത്രീയെ നിങ്ങൾ ചെയ്തത്? അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലേ മുഖം മറക്കണമെന്ന്? എന്നിട്ട് അവർ നിങ്ങളെ കണ്ടില്ലേ? അവർ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചില്ലേ എന്നുള്ള ഒരു ആക്ഷേപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറിച്ച് അവരുടെ സംശയവും അവരുടെ വിഷയം എന്തായിരുന്നു, ഇദ്ദയുമായി ബന്ധപ്പെട്ട വിഷയം, അത് ദൂരീകരിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ തെളിവുണ്ട്. എന്ത്? സ്ത്രീകൾക്ക് മുഖം മറക്കൽ അത് നിർബന്ധം അല്ല എന്നുള്ള കാര്യം ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. ഇത് ഒരു രേഖ. വാസ്തവത്തിൽ ഇതുപോലെ പല രേഖകളും ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതിലെ എല്ലാ ഹദീസുകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് ഒരു നിരൂപണം നടത്താൻ തൽക്കാലം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് സമയം
പിന്നീട് അതിന് നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില 1-2 ഹദീസുകൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വഴിയെ ഞാൻ ഉദ്ധരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ ആയത്ത് അവതരിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ബാധകമായ ഒരു വിഷയം, ഹിജാബ് ധരിക്കേണ്ട ഒരു വിഷയം വന്നു. അതുപോലെ ശിരോവസ്ത്രം ധരിക്കേണ്ട, ജിൽബാബ് ധരിക്കേണ്ട ഒരു വിഷയം വന്നു സൂറത്ത് അഹ്സാബിലെ. അത് എല്ലാ മുഅ്മിനീങ്ങൾക്കും, എല്ലാ സത്യവിശ്വാസിനികൾക്കും ബാധകമായത്. അതിനുശേഷം സൂറത്തു നൂർ അവതരിക്കുന്നത്. മറ്റത് സൂറത്ത് അഹ്സാബ് ഹിജ്റ 5-ാം വർഷത്തിലാണ്. സൂറത്ത് അഹ്സാബ് അവതരിച്ചതിന് ശേഷമാണ് സൂറത്തു നൂർ അവതരിക്കുന്നത്. അത് ഹിജ്റ 6-ാം വർഷത്തിലാണ്. അപ്പോൾ ഇത് നിർബന്ധമാണ് എന്ന് പറയുന്ന ആളുകൾ അവർ തെളിവ് പിടിക്കുന്നത് സൂറത്ത് അഹ്സാബിൽ ആയത്താണ്. സൂറത്ത് അഹ്സാബിൽ ആയത്തിൽ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അവരോട് ഈ ജിൽബാബ് ധരിക്കണമെന്ന് പറയുന്നത് അത് മുഖവും കയ്യും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ന രൂപത്തിൽ പറയുമ്പോൾ, അതിനുശേഷം വന്ന ഹിജ്റ 6-ാം വർഷത്തിൽ അവതരിച്ച സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്താണ് മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്നർത്ഥം. എങ്ങനെയാണ് മുസ്ലിം സ്ത്രീകൾ അവർ സ്വീകരിക്കേണ്ട വേഷവിധാനങ്ങളെക്കുറിച്ച്, സ്ത്രീ പുരുഷന്മാർ പരസ്പര ഇടപാടുകൾ നടത്തുമ്പോഴൊക്കെ അവർ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നതാണ് സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്ത്. ആ ആയത്താണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് വിഷയത്തിൻ്റെ മർമ്മമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിൽ ഇല്ലാ മാ ലഹറ മിൻഹ, അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാൻ നീ പറയുക എന്ന് പറഞ്ഞിട്ട് ആ ആളുകൾ ആരൊക്കെയാണ് എന്ന്, അവരുടെ ഭർത്താക്കൾ, അവരുടെ പിതാക്കൾ, അവരുടെ ഭർത്തൃപിതാക്കൾ, അവരുടെ പുത്രന്മാർ, അങ്ങനെ പറഞ്ഞു. എന്നിട്ടെന്താ അള്ളാഹു പറയുന്നത്? ഇവരൊക്കെ ഒഴിച്ച് മറ്റാർക്കും തങ്ങളുടെ ഭംഗി അവർ വെളിപ്പെടുത്തരുത് എന്നാണ്. അപ്പോൾ ആ ഭംഗി വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നതിൽ ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നു, പ്രത്യക്ഷമായതൊഴിച്ച് എന്ന. അത് ഏതാ? ആ വിഷയത്തിൽ ഇമാം ത്വബരി റഹിമഹുല്ലാ ഒരുപാട് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വരുന്നത് തഫ്സീറുകളിൽ കാണാമല്ലോ. എല്ലാ ആയത്തുകളിലും പല അഭിപ്രായങ്ങൾ വരുമല്ലോ. അതെല്ലാം ഇമാം ത്വബരി റഹിമഹുല്ലാ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താ? പ്രത്യക്ഷമായത് മുൻകൈയും മുഖവുമാണ് എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്നാണ് ഇമാം ത്വബരി റഹിമഹുല്ലാ പറയുന്നത്. എന്നിട്ടോ അതിൽ പെടും സുറുമയും മോതിരവും വള, മൈലാഞ്ചി, ഇതൊക്കെ ആ പ്രത്യക്ഷമായതിൽ, അതായത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹ് അനുവാദം നൽകിയ ഒരു വിഷയമായിക്കൊണ്ടുള്ള ഇമാം ത്വബരി റഹിമഹുല്ലാ പറയുന്നത്. ഞാൻ ആ ഭാഗം ഇവിടെ, അത് മാത്രമായിട്ടുള്ള ഭാഗം ഞാനിവിടെ പേസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കേവലം ഇമാം ത്വബരി മാത്രം പറഞ്ഞ ഒരു അഭിപ്രായമല്ല. ഭൂരിപക്ഷം ഫുഖഹാക്കളുടെയും അഭിപ്രായം ഇതാണ്. മുഖവും മുൻകൈയും ഒഴിച്ചുള്ളതെല്ലാം എന്ത് ചെയ്യണം? അത് വെളിവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖവും മുൻകൈയും അത് കാണിക്കാം, അത് അനുവദനീയമാണ് എന്ന്, അത് മറക്കൽ വാജിബല്ല എന്നുള്ളത് അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇമാം ത്വബരി റഹിമഹുല്ലാ ഉദ്ധരിച്ചത്. അതും അതുപോലെ മറ്റുള്ള അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതാണ്, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം എന്നാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മദ്ഹബിലെ റാജിഹായ ഖൗല് അതും ഇതേ അഭിപ്രായമാണ് എന്നുള്ളതാണ്. അത് ഈ വിഷയം മനസ്സിലാക്കാൻ ശറഅ് മആനിയിൽ ആസാർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ത്വഹാവി റഹിമഹുല്ലാ അദ്ദേഹം ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലയുടെ വാക്കുദ്ധരിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ വളരെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. ആരാ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ? അദ്ദേഹം സ്വഹാബികളെ നേർക്ക് നേരെ കണ്ട താബീങ്ങളിൽപ്പെട്ട വലിയ അറിയപ്പെട്ട ഒരു ഫുഖഹാക്കളിൽപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ. താബീങ്ങളിൽപ്പെട്ട സ്വഹാബികളെ നേർക്ക് നേരെ കാണാൻ സൗഭാഗ്യം ലഭിച്ച, അവരിൽ നിന്ന് ദീൻ പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഇദ്ദേഹത്തിൻ്റെ ഈ ഖൗല് ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ്. എന്ത്? ഈ വിഷയത്തിലെ തെളിവിലേക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഉദാഹരണമാണ് ശറഅ് മആനിയൽ ആസാർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ത്വഹാവി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നത്. എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക്
അഥവാ നമ്മുടെ ഉമ്മമാർക്ക് മുഖവും മുൻകൈയും എല്ലാം മറക്കൽ ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതോടുകൂടി വാജിബായി, നിർബന്ധമായി എന്ന്. എന്നാൽ അവരല്ലാത്ത സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും മറക്കൽ നിർബന്ധമായിരുന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ചെയ്തത് ശ്രേഷ്ഠമായി മനസ്സിലാക്കി മറ്റുള്ളവർ അവരെ പിൻപറ്റുകയാണ് ചെയ്തത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് അവർ ചെയ്ത ആ ഒരു കാര്യം, മുഖം മറച്ച് നടന്നിരുന്നത്, അതൊരു അഫ്ളലായ കാര്യമാണ്, ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മറ്റു സ്വഹാബി വനിതകളും അതുപോലെ നടന്നിരുന്നത്. പക്ഷേ അതൊരു നിർബന്ധമായിരുന്നില്ല എന്ന് ആരാ പറയുന്നത്? ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ പറയുന്നത്. എവിടെയാ പറയുന്നത്? ശറഅ് മആനിയൽ ആസാർ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ത്വഹാവി റഹിമഹുല്ലാ ഉദ്ധരിക്കുകയാണ് ഇത് എന്നർത്ഥം. അപ്പോൾ ഹംബലി മദ്ഹബിലെ ഒരു റാജിഹായ കൗലായി കൊണ്ട് പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത് ഇതൊക്കെയാണ്. ഇതൊക്കെ പൂർവികര സലഫുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ആധുനികരായ പണ്ഡിതന്മാരുടെ കൗലുകളല്ല. ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ നിർബന്ധമാണ് എന്ന് അറിയിക്കുന്ന വിഷയം ചോദിക്കുമ്പോൾ നേരെ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ ആയത്ത് ഉദ്ധരിക്കും. അത് ഉദ്ധരിച്ചതിന് ശേഷം ഇവിടുത്തെ പണ്ഡിതന്മാരുടെ ഫത്വകളും ഉദ്ധരിക്കും. അതിനിടയിൽ ഇതിനെ ബലപ്പെടുത്തുന്ന ഒരു തെളിവ് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ ചെയ്തതും ഇതേപോലെ അവർ പിൻപറ്റിയ സ്വഹാബി വനിതകൾ ചെയ്തതും കൊണ്ടുവരും. പക്ഷേ മറ്റുള്ള തെളിവുകളോ ആ തെളിവുകളെ കുറിച്ചുള്ള വിഷയങ്ങളും നമ്മൾ അപഗ്രഥിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതുകൂടി പറഞ്ഞു തരാം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് പൂർവികരുടെ കൗലാണ് എന്നുള്ളതാണ്. ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ പറഞ്ഞ വാക്കാണ്. അത് ഞാനിവിടെ ഇൻഷാ അല്ലാഹ് പേസ്റ്റ് ചെയ്യാം. ശരി, നമ്മൾ ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ അദ്ദേഹം താബീ പണ്ഡിതനാണെന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ കാലശേഷമുണ്ടായ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ജീവിച്ച മുഹമ്മദ് ബിൻ ഹസൻ അൽ ഷൈബാനി റഹിമഹുല്ലാ, ഇമാം അബു ഹനീഫ റഹിമഹുല്ലയുടെ കാലത്തുണ്ടായിരുന്ന വലിയ പണ്ഡിതനാണ്. സുഫിയാൻ സൗരി റഹിമഹുല്ലയിൽ നിന്നും അതുപോലെ ഇമാം ഔസായി റഹിമഹുല്ലാ, ഇവരുടെയൊക്കെ പ്രഗത്ഭനായ ഒരു ശിഷ്യനാണ് മുഹമ്മദ് ബിൻ ഹസൻ അൽ ഷൈബാനി റഹിമഹുല്ലാ. ഇതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം ത്വഹാവി റഹിമഹുല്ലാ ശറഅ് മആനിയൽ ആസാർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹവും മുഖവും മുൻകൈയും അത് ഇസ്തിസ്നാ ഉണ്ട് ഈ വിഷയത്തിൽ, അതായത് അതിൽ എക്സെപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അത് ആ ഭംഗി വെളിവാകുന്ന വിഷയത്തിൽ മുഖവും മുൻകൈയും ആണ് അവിടെ ആ ആയത്തിൽ പറഞ്ഞ എക്സെപ്ഷൻ എന്ന് അവിടെ വളരെ കൃത്യമായി കൊണ്ട് തബഈ താബഈങ്ങളിൽപ്പെട്ട പണ്ഡിതനും അഭിപ്രായപ്പെടുന്നു. അതും ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. ഇനി ഈ വിഷയത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ അഭിപ്രായം. ഇമാം ഷാഫി റഹിമഹുല്ല കിതാബുൽ ഉമ്മിലും അതുപോലെ തന്നെ ബഗവി, അതുപോലെ ബൈഹഖി അദ്ദേഹത്തിൻ്റെ സുനൽ ഖുബറയിൽ, ഇവരൊക്കെ ഇല്ലാമാ ലഹറ മിൻഹ എന്നുള്ളത് അത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗമാണ് എന്നും, ഇമാം ഷാഫി റഹിമഹുല്ല ഇനി വെളിവാകുന്നുണ്ട് എങ്കിൽ അത് മറക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെയും ഷാഫി മദ്ഹബിലെയും അറിയപ്പെട്ട ഒരു അഭിപ്രായം, ഈ വിഷയത്തിലുള്ള ശരിയായ അഭിപ്രായം, അത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കണം എന്നുള്ളതാണ്. മുഖവും മുൻകൈയും അത് വാജിബാണ് എന്നതല്ല അറിയിക്കുന്നത് എന്നാണ് ഇവരും ഈ ആയത്തിൻ്റെ തെളിവ് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ആ ഭാഗവും ഞാനിവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി ഹംബലി മദ്ഹബിലെ റാജിയായ ശരിയോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടായിക്കൊണ്ട്, നമ്മൾ മടങ്ങേണ്ട നിലപാടായിക്കൊണ്ട് പഠിപ്പിക്കുന്നത് അത് ഇത് തന്നെയാണ്. ഇല്ലാ മാ ലഹറ മിൻഹ എന്നുള്ളത് ആ പ്രത്യക്ഷമായതൊഴിച്ച് എന്ന് പറയുന്നത് അത് മുഖവും മുൻകൈയും മാത്രമാണ് എന്നുള്ളതാണ്. അതാണ് റാജിയായ അഭിപ്രായം എന്ന് പറയുന്ന ഉദ്ധരണിയും പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഈ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം ഇവിടെ എടുത്ത് പറയാൻ കാരണം, ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിരുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോക്കിയേ, ഷാഫി മദ്ഹബിലെയും അതുപോലെ തന്നെ സലഫുകളിൽപ്പെട്ട താബീയങ്ങളിൽപ്പെട്ട തബഉ താബീയങ്ങളിൽപ്പെട്ട ഇങ്ങനെ പൂർവികരായ പണ്ഡിതന്മാർ, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായമാണ്, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കലാണ് നിർബന്ധം എന്ന് അഭിപ്രായമാണ് അവർ സ്വീകരിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഫുഖഹാക്കൾ അവർ ഈ വിഷയം, ഈ ഔറത്തിൻ്റെ വിഷയം അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ ഔറത്ത് ഏതാണ് എന്നുള്ള വിഷയം, അത് നമസ്കാരത്തിൻ്റെ ബാബിലാണ് അവർ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്ന് ശരിക്കും ആലോചിക്കണം. അതായത് മുൻകാലങ്ങളിലൊക്കെ മുഖവും മുൻകൈയും മറക്കുന്ന നിഖാബ്, ഹിജാബ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല.
മറിച്ച് അവരുടെ ഔറത്ത് ഏതാണ് എന്നുള്ള വിഷയമാണ് അവർ ചർച്ച ചെയ്തത്. അത് ചർച്ച ചെയ്യുന്നത് നമസ്കാരത്തിൻ്റെ ബാബിലാണ്. അവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം, നിസ്കരിക്കുമ്പോൾ, അതായത് മുഖവും മുൻകൈയും നിർബന്ധമായിട്ട് മറക്കണം എന്ന് പറയുന്നവരും നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? മുഖവും മുൻകൈയും ഒഴിവാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് നിസ്കരിക്കാറ്. എന്തേ ഔറത്ത് മറക്കാത്തത് എന്നുള്ളൊരു സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരില്ലേ? അവിടെ മുഖവും മുൻകൈയും ഒഴിവാക്കി നമസ്കരിക്കാം എന്നുള്ളതിന് തെളിവായിക്കൊണ്ട് ഈ മുഴുവൻ പണ്ഡിതന്മാരും കൊണ്ടുവരാറുള്ള ആയത്തേതാ? സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്താ. ഇല്ലാ മാ ളഹറ മിൻഹാ, പ്രത്യക്ഷമായതൊഴിച്ച്, മുഖവും മുൻകൈ ഒഴിച്ചില്ല. അവിടെ എന്താ? വീട്ടിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ എന്തുകൊണ്ട് നിഖാബ് ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്നില്ല? അത് നിസ്കരിക്കാതെ ഇരിക്കാനുള്ള തെളിവായിക്കൊണ്ട് ഈ ആയത്താണ് കൊണ്ടുവരാറ്. കാരണം പൂർവികർ മുഴുവൻ, ഫുഖഹാക്കൾ മുഴുവൻ ഈ ആയത്താണ് തെളിവ് പിടിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഇത് നിസ്കരിക്കുമ്പോൾ മുഖവും മുൻകൈയും ഒഴിവാക്കണം എന്നുള്ള ആയത്താണോ? ശരിക്കും നമ്മളൊന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിസ്കരിക്കുമ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ചു വേണം നിങ്ങൾ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് തന്നതാണോ ഈ ആയത്ത്? സൂറത്ത് നൂറിലെ 31? അല്ല, അത് മറ്റു വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന്. അപ്പോൾ ഈ വിഷയം തന്നെ വളരെ നമ്മളെ മർമ്മമാണ് ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പണ്ഡിതന്മാർ നിസ്കരിക്കുമ്പോൾ ഈ വിഷയത്തിൽ മുഖം മറക്കൽ നിർബന്ധമാണ്, വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഈ ആയത്ത് നിസ്കാരത്തിന് മാത്രം തെളിവ് കൊണ്ടുവരുന്നുള്ളതാണ്. അതങ്ങനെ നിസ്കാരത്തിന് പഠിപ്പിച്ച എന്നൊരു ആയത്തല്ല എന്നുള്ളത് ഏതൊരാൾക്കും എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല, ഈ ആയത്ത് 31-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താ? നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയണമെന്ന് ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ സ്ത്രീകൾ അവരുടെ ഹിമാറുകൾ മാരിടങ്ങളിലേക്ക് താഴ്ത്തിയിട്ടാലും അവരുടെ മുഖത്തുള്ള ആ ഒരു സൗന്ദര്യം മറക്കപ്പെടാതെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ. ശരിക്കും ചിന്തിച്ചു നോക്കിയേ, നിങ്ങളെ ദൃഷ്ടികൾ താഴ്ത്തണമെന്ന് കൂടി പുരുഷന്മാരോട് പറയാണ്. അപ്പോൾ ഈ ഖുർആൻ സൂക്തം അത് സ്ത്രീകൾ മുഖം മറക്കൽ അനിവാര്യമല്ല എന്നതിൻ്റെ തെളിവായിക്കൊണ്ട് ഇമാം ഇബ്നു ഹസം റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ അത് തെളിവ് കൊണ്ടുവരാറുണ്ട് എന്നർത്ഥം. അതായത് പുരുഷന്മാരോട് അവരുടെ മുഖം താഴ്ത്താൻ വേണ്ടിയിട്ട് പറയുന്നത്. കാരണം അങ്ങനെ മുഖത്തേക്ക് നോക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ടാണ് അവിടെ മുഖം താഴ്ത്താൻ വേണ്ടി പറയുന്നത് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സൂറത്തുൽ അഹ്സാബും സൂറത്തു നൂറും ഈ 2 അധ്യായങ്ങളിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അവതരിച്ചതിന് ശേഷം സാധാരണ മുസ്ലിം വനിതകൾ അല്ലെങ്കിൽ സ്വഹാബി വനിതകളും ഇസ്ലാമിക ലോകത്ത് ജീവിച്ച വനിതകൾ അവർ മുഖവും മുൻകൈയും മറച്ചുകൊണ്ടും അതുപോലെ തന്നെ മുഖവും മുൻകൈയും മറക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സഹാബി വനിതകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് ജീവിച്ച മുഅ്മിനീങ്ങളായ സ്ത്രീകൾ അവരും ഇതേപോലെ മറച്ചവരുമുണ്ട്, മറക്കാത്തവരും ഉണ്ട്. മറച്ചവർ അത് വാജിബാണ് എന്നുള്ള രൂപത്തിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവർ മറിച്ച് അത് നമ്മുടെ ഉമ്മമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അവർ മറച്ചിരുന്നു. ആ ഒരു രീതി, ആ ഒരു വിശിഷ്ടമായ കാര്യം അവരത് സ്വീകരിച്ചു. അതുകൊണ്ട് അത് മുസ്തഹബാണ് എന്ന് അറിയിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതിലേക്ക് ഒരൊറ്റ തെളിവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 1-2 സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന, അതായത് മുഖം മറക്കൽ നിർബന്ധമല്ല, അത് മുസ്തഹബാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ അവർ തെളിവായി കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഖസ്അം ഗോത്രത്തിലെ ഒരു യുവതി വന്ന ഒരു ഹദീസ്. ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് എന്നാണ് അത് പറയാറ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖസ്അം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഹജ്ജത്തുൽ വദാഇൽ, അതായത് പെരുന്നാൾ ദിവസം, ബലി ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിഷയത്തെക്കുറിച്ച് ഫത്വ ചോദിക്കാൻ വരിക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലിരിക്കുകയായിരുന്നു ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ സുന്ദരിയായ ആ സ്ത്രീയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിലാണ് ആ വാഹനത്തിൽ ആരിയ്ക്കുന്നത്? ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത്. അപ്പോൾ ഈ വന്ന യുവതി അവർ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു, ആ ഖസ്അം ഗോത്രത്തിലെ സ്ത്രീ. അപ്പോൾ അതിനെ ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫളലിൻ്റെ മുഖം ഇങ്ങനെ മറുഭാഗത്തേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. നോക്കുമ്പോൾ ഇങ്ങനെ തിരിക്കും, അതിങ്ങനെ നോക്കരുത് എന്നുള്ള രൂപത്തിൽ. കാരണം അത് തെറ്റാണല്ലോ, ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ അനുവാദം
അനുവാദം തന്നിട്ടുള്ളത് ഒരു തവണയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ പുരുഷന് അനുവാദമില്ല. അപ്പോൾ അതങ്ങനെ ഇവരുടെ സൗന്ദര്യം കണ്ടിട്ട് ഫദൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖം ഇങ്ങനെ മറുഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചു. ഈ സംഭവം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇവിടെ സുന്ദരിയായ സ്ത്രീ അത് മുഖം മറക്കാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യേണ്ടത്? തിന്മ വിരോധിക്കുകയാണ് ചെയ്യേണ്ടത്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആക്ഷേപവും ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞില്ല. മറിച്ച് അവിടെ തിന്മ പ്രവർത്തിച്ചത് ആരാ? ഫദൽ റളിയല്ലാഹു അൻഹു ആണ്. ഫദൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തിന്മ കൈകൊണ്ട് തടുക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഒരു തിന്മ കണ്ടു കഴിഞ്ഞാൽ അത് തടയാണ്, അവരെ മുഖം മാറ്റി കൊണ്ടുപോവുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നർത്ഥം. ഇതെപ്പോഴാണ് നടക്കുന്നത്? ഈ സംഭവം നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജിലാണ്, ഹജ്ജത്തുൽ വദായിലാണ്. ഏറ്റവും അവസാനം ചെയ്ത, അല്ലെങ്കിൽ ആകെ ഒരു ഹജ്ജാണ് ചെയ്തിട്ടുള്ളൂ, ആ അവസാനത്തെ ഹജ്ജിലാണ് ഈ സംഭവം. അപ്പോൾ ഇത് ഹിജാബിൻ്റെ ആയത്ത് അവതരിച്ചതിന് ശേഷമാണ്. കാരണം അഹ്സാബിലെ ആയത്ത് ഹിജ്റ 5-ലും സൂറത്ത് നൂർ ഹിജ്റ 6-ലുമാണ് അവതരിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ സമയമാണ് എന്നർത്ഥം. അപ്പോൾ അതിന് ശേഷമാണ്. ഇനി പെരുന്നാൾ ദിവസമാണ്, ബലി ദിവസമാണ്. അപ്പോൾ ഇഹ്റാമിലല്ല എന്നർത്ഥം. അപ്പോൾ ഇഹ്റാമിലാണെങ്കിൽ ഇനി നോക്കാം എന്ന് പറയാം, ഹിജാബിൻ്റെ ആയത്ത് അവതരിക്കുന്നതിന് മുമ്പാണെന്ന് പറയാം. ഇവിടെ ഈ ഹദീസിലുള്ള ഈ സംഭവം പരിഗണിച്ചുകൊണ്ട് സ്വഹാബത്തിൻ്റെ ഇടയിലുള്ള സ്ത്രീകൾ അവർ മുഖം മറച്ചിരുന്ന വിഷയം എങ്ങനെയാണ് എന്ന് നമ്മൾ വിലയിരുത്തണം. സൂറത്ത് അഹ്സാബിലെ ഹിജാബിൻ്റെ ആയത്തിന് മുമ്പ്, സൂറത്ത് നൂറിലെ ആയത്തിന് മുമ്പ് ഇത് വാജിബാണ് എങ്കിൽ, മുഖം മറക്കൽ വാജിബാണ് എങ്കിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീയുടെ അവസ്ഥ കണ്ട് ആ തിന്മ വിരോധിച്ചില്ല എന്ന് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഈ ആയത്തിന് ശേഷം സ്വഹാബി സ്ത്രീകൾ ഒരിക്കലും മുഖം കാണിച്ചിരുന്നില്ല എങ്കിൽ, ഒരു റിപ്പോർട്ട് പോലും ഇല്ല എങ്കിൽ നമുക്ക് അത് വാജിബാണ് എന്ന് അനുമാനിക്കായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന വിഷയത്തിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ എല്ലാ സ്വഹാബി സ്ത്രീകളും അങ്ങനെയാണ് നടന്നിരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട് വകുപ്പുണ്ടായിരുന്നു എന്നർത്ഥം. പക്ഷേ ഒരുപാട് ഹദീസുകൾ ഇതേ രൂപത്തിൽ സ്ത്രീകൾ മുഖം കാണിച്ചുകൊണ്ട് വെളിവാക്കിക്കൊണ്ട് വന്നിരുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു റിപ്പോർട്ടും ഇല്ലാത്ത അവസ്ഥയാണെങ്കിലാണ് ഇതൊക്കെ നമുക്ക് പരിഗണിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നർത്ഥം. എന്നാൽ ഇത്തരം സംഭവങ്ങൾ മുഖവും മുൻകൈയും കാണിച്ചുകൊണ്ടുള്ള പല സംഭവങ്ങളും നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും എന്നർത്ഥം. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഈ ഹദീസുകളൊക്കെ കണ്ടിട്ടുള്ള ഇത് വാജിബാണ് എന്ന് വാദിക്കുന്ന ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാർ അവർ ഈ സംഭവത്തെ ന്യായീകരിക്കാൻ വേണ്ടി പല ഇഹ്തിമാലാത്തും കൊണ്ടുവരും ഈ വിഷയത്തിൽ. അതായത് പല അനുമാനങ്ങളും കൊണ്ടുവരും. അവർക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പല ഇഹ്തിമാലാത്തുകളും അവർ ഈ വിഷയത്തിൽ കൊണ്ടുവരും. എന്താ പറയുക? ഇഹ്റാമിലായിരുന്നു എന്ന് പറയും. അത് ഇഹ്റാം എങ്ങനെയാണ്? പെരുന്നാൾ ദിവസത്തിൽ, ബലി ദിവസം ഹജ്ജ് ചെയ്യുന്ന അവസരത്തിൽ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായതിൻ്റെ ശേഷമാണ് ഇത് എന്നർത്ഥം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടാൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ര വന്നത്. കല്യാണം കഴിക്കാൻ വേണ്ടി മുഖം വെളിവാക്കാനും സ്ത്രീയെ സൗന്ദര്യം നോക്കാനൊക്കെ അനുവാദമുണ്ട്. അതായിരിക്കാമെന്ന് ഈ വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ യുദ്ധത്തടവുകാരിൽപ്പെട്ട സ്ത്രീ ആകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ ശരിക്ക് ഈ ഹദീസിൻ്റെ ലഫ്ദിൽ, ഈ ഹദീസിൻ്റെ പദങ്ങളിൽ അത് ഇഹ്റാമിലായിരുന്നു എന്ന് അറിയിക്കുന്നതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഇഹ്തിമാലാത്തുകളാണ്. അതൊക്കെ ഒരു അനുമാനങ്ങളാണ്, ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വിഷയങ്ങളാണ് ഈ പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത്. പക്ഷേ ഹദീസിൻ്റെ ലഫ്ദിൽ കൃത്യമായി കൊണ്ട് കാണാം, ഈ സ്ത്രീയുടെ പിതാവ് വാർദ്ധക്യത്തിലാണ്, വയസ്സായിട്ടുണ്ട്. അതുകൊണ്ട് ആ പിതാവിന് വേണ്ടി പകരം ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ആ സ്ത്രീ വരുന്നത് എന്നർത്ഥം. അപ്പോൾ ഹജ്ജ് ചെയ്യാൻ പറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ കാര്യത്തെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായി ഹദീസിൽ പറയുമ്പോൾ അതിന് മാറ്റി വെച്ചുകൊണ്ട് വേറെ പല ന്യായീകരണങ്ങളും ഇഹ്തിമാലാത്തുകളും കൊണ്ടുവരുന്നത് അത് ശരിയായ ഒരു സമീപനമല്ല. നമ്മൾ തെളിവുകളിലേക്കാണ് ശരിക്ക് പോകേണ്ടത് എന്നർത്ഥം. ഇത് ഏതുപോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫിഈ മദ്ഹബിൽ ഉള്ള ഒരു വിധിയാണ് ഭാര്യയെ തൊട്ടു കഴിഞ്ഞാൽ വുളു മുറിയും എന്നുള്ളത്. ഷാഫിഈ മദ്ഹബിലുള്ള ഒരു അഭിപ്രായമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാലുമ്മേൽ തട്ടുകയും എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നബി തൊട്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഇവർ ചില ഇഹ്തിമാലാത്തുകൾ കൊണ്ടുവരും.
എന്താ അവരുടെ ഇഹ്തിമാല്, അതിൻ്റെ അനുമാനം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ല തുണി കൊണ്ടോ മറ്റോ ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് ആ കാല് മാറ്റി വെച്ചത്, നേരെ കൈകൊണ്ട് സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ശാഫിഈ മദ്ഹബിലെ ഇത്തരം പണ്ഡിതന്മാർ ആദ്യം അവരൊരു വിധി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കണ്, വുളു മുറിയും എന്നുള്ളത്. എന്നിട്ട് അതിലേക്ക് പിന്നെ ഹദീസുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള ഇഹ്തിമാലുകൾ അവർ പ്രകടിപ്പിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഒരു കാര്യം ഇവർ എന്ത് ചെയ്തിരിക്കുന്നു, ഇത് നിർബന്ധമാണ്, മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത്തരം ഹദീസുകൾ സ്വീകരിക്കുമ്പോൾ അതിലേക്ക് ചില അനുമാനങ്ങൾ കൊണ്ടുവരികയാണ്. അത് വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ അനുമാനം കൊണ്ടുവരാം. ഏത് സാഹചര്യങ്ങളിലാണത്? അത് സ്വഹീഹായി വന്ന പല വിധികൾക്കും അനുകൂലമായി വേറെ ഹദീസുകളൊക്കെ വരുമ്പോൾ അത് താരതമ്യം ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിധി കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇവിടെ അതൊരിക്കലും ഈ ഒരു സംഭവം തെളിവാവുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാരാണ് ഇത്തരം ഇഹ്തിമാലാത്തുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരം അനുമാനങ്ങൾ പൗരാണികരായിട്ടുള്ള പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. മറിച്ച് അവരൊക്കെ ഫുഖഹാക്കളായ ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ കൃത്യമായി കൊണ്ടത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്തിൻ്റെ ഫഹ്മ് ഈ വിഷയത്തിൽ, അതായത് എങ്ങനെയാണ് അവർ ഖുർആനിലെ ആയത്ത് ഗ്രഹിച്ചത്, ഹദീസുകൾ ഗ്രഹിച്ചത് എന്ന്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു അവരുടെ വളരെ കനപ്പെട്ട അവരുടെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കനപ്പെട്ട, വളരെ പ്രാധാന്യം അറിയിക്കുന്ന പോയിന്റുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തുകൾ അവതരിച്ചതിന് ശേഷം സ്വഹാബി വനിതകൾ അവർ മുഖം മറച്ചവരും മുഖം മറക്കാത്തവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുഖം മറച്ച ചില റിപ്പോർട്ടുകളാണ്. അവർ ഇഹ്റാമിലായിരിക്കെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ മുഖം മറക്കുന്ന, അവരെ സംബന്ധിച്ച് അത് നിർബന്ധമായിരുന്നു അവർക്ക് എന്നുള്ളതാണ്. അവരെ പിന്തുടരുന്ന, അവരെ അനുകരിച്ച ആ ശ്രേഷ്ഠമായ നല്ല ഒരു ഫളലാണ് എന്ന് മനസ്സിലാക്കി അത് പിൻപറ്റിയ സ്വഹാബി വനിതകളും ഉണ്ടായിരുന്നു. അതല്ലാത്തവരുണ്ടായിരുന്നു. അതല്ലാത്തവർ അത് ഹറാമാണ് ചെയ്യുന്നത് എന്ന ഹുക്മ് കൊടുക്കലാണ്, വാജിബാണ് എന്ന് പറയുന്നവർ ചെയ്യുന്നത് അത് ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വേറെ ഒരു ഹദീസ് കൂടി നമുക്ക് ഇതോടൊപ്പം മനസ്സിലാക്കാം. മറ്റൊരു ഹദീസ് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഇമാം മുസ്ലിമും ഇമാം നസായിയും ഇമാം അഹ്മദും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗത്തിന് മുമ്പ് ബാങ്കും ഇക്കാമത്തും ഇല്ലാതെ നമസ്കാരം കൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ ബിലാലിൻ്റെ മേൽ ഊന്നിക്കൊണ്ട് എഴുന്നേറ്റു. ശേഷം തഖ്വ സ്വീകരിക്കാൻ ഉപദേശിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കാൻ പ്രേരിപ്പിക്കുകയും ജനങ്ങളെ ഉപദേശങ്ങൾ നൽകി ഉത്ബുദ്ധരാക്കുകയും ചെയ്ത ശേഷം സ്ത്രീകളുടെ അടുത്തേക്ക് നീങ്ങി. അങ്ങനെ അവരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ധർമ്മം ചെയ്യുക, സദക്ക കൊടുക്കണം നിങ്ങൾ, കാരണം നിങ്ങളിൽ അധിക പേര് നരകത്തിൻ്റെ വിറകുകളാണ് എന്ന്. അപ്പോൾ സ്ത്രീകളുടെ മധ്യത്തിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ് കേട്ടാ, സ്ത്രീകളുടെ മധ്യത്തിൽ നിന്ന് കവിളിണകൾ കരുവാളിച്ച ഒരു സ്ത്രീ ചോദിച്ചു എന്ന്. അതായത് മുഖത്തെ കവിള് അത് കരുവാളിച്ച ഒരു സ്ത്രീ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ അത് എന്തുകൊണ്ടാണ് എന്ന്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അധികം ആവലാദികൾ പറയുകയും ഭർത്താക്കന്മാരെ ധിക്കരിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് എന്ന് പറയുന്ന ആ ഒരു ഹദീസാണ് ഇവിടെ. ഇതൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. സ്ത്രീകളുടെ അനുസരണ പ്രതിജ്ഞ, അതായത് ബൈഅത്ത് സംബന്ധിച്ച ഒരു സൂക്തം അവതരിപ്പിച്ചത് ഹുദൈബിയ സന്ധിക്ക് ശേഷം ഹിജറ 8-ാം വർഷത്തിലാണ്. മക്ക വിജയത്തിന്റെ സന്ദർഭത്തിലാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് ബൈഅത്ത് വാങ്ങാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിക്കുകയും പെരുന്നാൾ ദിവസം ഈ സ്ത്രീകൾ എല്ലാവരും നമസ്കാര സ്ഥലത്തേക്ക് പോകണമെന്ന് അവരറിയിക്കുകയും, അങ്ങനെ ആ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഹിജാബിന്റെ സൂക്തം ഇറങ്ങിയ ഹിജറ 5-ാം വർഷം കഴിഞ്ഞ്, അതുപോലെ തന്നെ സൂറത്തു നൂർ അവതരിച്ച അതിലെ ഇല്ലാ മാ ദഹറ മിൻഹ എന്നുള്ള ആയത്തും കഴിഞ്ഞ് ഇത് ഹിജറ 8-ാം വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത്, സാധാരണ മുസ്ലിം സ്ത്രീകൾ അപ്പോഴും മുഖം മറച്ചിരുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം ചോദിച്ച, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ എന്ന് ചോദിച്ച ആ സ്ത്രീയെക്കുറിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കവിളിണകൾ കരുവാളിച്ച ഒരു സ്ത്രീ എന്നാണ് വർണ്ണിച്ചത്. അവരെ മുഖം കാണാതെ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല, അതൊരു ഹറാമായ ഒരു വിഷയമാണ് എങ്കിൽ, ഒരു ഹറാമായ ഒരു സംഗതി കണ്ടത് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയോ, ആ വിഷയം കൂടി നമ്മളൊന്ന് ശരിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നർത്ഥം. ഇനി ഉള്ള ഒരു ഹദീസ്, അത് മുർസലായി വന്ന ഒരു ഹദീസാണ്. അതായത് പരമ്പര സ്വഹാബിയിലെത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കണ്ണി വിട്ടുപോയിട്ടുണ്ട്.
അങ്ങനെയുള്ള ഒരു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. പക്ഷേ ഹദീസിൻ്റെ ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഹദീസ് പറയാം. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരികയാണ്. അവരുടെ മേൽ നേരിയ ഒരു വസ്ത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ നേരിയ വസ്ത്രം ധരിച്ച് അസ്മാ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് തിരിഞ്ഞു കളയാണ് ചെയ്തത്, മുഖം മാറ്റി. പിന്നീട് അവരോട് പറഞ്ഞു, അസ്മാ, സ്ത്രീകൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഇതുമല്ലാതെ കാണപ്പെടുന്നത് അനുവദനീയമല്ല എന്ന്. ആ ഇതും എന്നുള്ളത് മുഖവും മുൻകൈയും കാണിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ മുഖവും ഈ മുൻകൈയും കാണിച്ചുകൊണ്ട് ഇതുമല്ലാതെ കാണപ്പെടുന്നത് അനുവദനീയമല്ല എന്ന്. അപ്പം മുഖവും മുൻകൈയും കാണാൻ അനുവാദമുണ്ട് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹദീസ് മുർസലായി കൊണ്ടുവന്നതാണ്. അതിൻ്റെ കണ്ണികൾ, അതിൻ്റെ പരമ്പരകൾ വിട്ടുപോയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഖാലിദ് ബിൻ ദുറൈക്ക് എന്ന് പറയുന്ന വ്യക്തി അവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിക്കൊണ്ട് പറയുന്നത്. ഈ കാലത്തെ ഹദീസ് പണ്ഡിതനായിരുന്ന നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഇത് ശരിക്കും ഈ ഹദീസിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് പറയുന്നുണ്ട്. ഇബ്നു ഹജർ തബ്രി ഇതിൻ്റെ പരമ്പരയിലുള്ള സയ്യിദ് ബിൻ ബുഷൈർ എന്ന് പറയുന്ന വ്യക്തി ദുർബലാണ്. പക്ഷേ ഇതിന് ശവാഹിദുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് വേറെ പരമ്പരകളിലൂടെ ഈ ഹദീസിന് പ്രാബല്യം നൽകുന്ന, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന് പ്രാബല്യം നൽകുന്ന വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിന് ശവാഹിദുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ബലപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഇവിടെ തെളിവ് വരുന്നത് ആ ആയത്തിലേക്കാണ്, ഇല്ലാമ വഹറ മിൻഹ എന്നുള്ളത്. അതായത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ അത് ഭംഗിയാണ്, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. പക്ഷേ മുഖവും മുൻകൈയും കാണിക്കാം, അനുവാദമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിക്കൊണ്ട് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും നമുക്ക് ധാരാളം തെളിവുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൗലത്ത് ബിൻത്ത് സഅലബ റളിയല്ലാഹു അൻഹയുടെ വിഷയം. ഹൗല റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലാണല്ലോ സൂറത്ത് മുജാദിലയിൽ ആയത്തുകൾ അവതരിക്കുന്നത്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ആ ആയത്തുകൾ അവതരിച്ചതിന് ശേഷം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നിർവഹിക്കുന്ന ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ ഇവരെ ഒരു സ്ഥലത്ത് വെച്ച് കാണുകയും ആ സ്ത്രീ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ കാണിച്ചു കൊടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു സഹാബിക്ക്. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ 7 ആകാശങ്ങൾക്ക് മീതെ അള്ളാഹു പരാതി കേട്ട് ഉത്തരം നൽകിയ സ്ത്രീയാണ് എന്ന് പറയുന്ന സഅലബത്തിന്റെ മകൾ ഖൗലത്താണ് എന്ന് പറയുന്ന റിപ്പോർട്ടുകളൊക്കെ, ഇതൊക്കെ മുഖം മറച്ചുകൊണ്ട്, മുഖം വെളിവാക്കിക്കൊണ്ട് സഹാബികൾ ആ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു എന്നുള്ളതിൻ്റെ രേഖകളാണ് ഇതെല്ലാം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖം മറക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ആ വിഷയം അതൊരു വാജിബാണ്, നിർബന്ധമാണ്. അത് മറച്ചില്ല എങ്കിൽ അവർ കുറ്റക്കാരാണ് എന്ന് അറിയിക്കുന്ന ഒരു രേഖ പരിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അത് വാജിബാണ് എന്ന് പറയുന്നവരുടെ വാദങ്ങൾ ദുർബലമാണ്. അതിന് തെളിവുകളോട് അത് ആ വിഷയത്തിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഇത്രയും സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതായാലും ഹക്കായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയം പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. എല്ലാ സ്ത്രീകളും നിക്കാബെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് മുഖം പ്രകടിപ്പിച്ചു നടക്കണം എന്നുള്ള ആശയത്തിലോ അർത്ഥത്തിലല്ലോ. അത് മുസ്തഹബാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഏറ്റവും അഫ്ളലായ ഉത്തമമായ കാര്യം മുഖം മറക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉമ്മമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അവർ ചെയ്തത് അത് അനുഗമിക്കുക എന്ന് പറയുന്നത് അത് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ തർക്കമില്ല. എന്നാൽ മുഖം മറക്കാത്ത ഒരു സ്ത്രീയെ ആക്ഷേപിച്ചുകൊണ്ട് അവർ കുറ്റം ചെയ്തു, അവർ ഹറാമ് ചെയ്തു എന്നുള്ള ഒരു വിധി കൊടുക്കുന്നത് അത് ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്ത, താല്പര്യപ്പെടാത്ത ഒരു സംഗതിയിലേക്ക് അത് കൊണ്ടുപോകലാണ്. പൂർവികരായ പണ്ഡിതന്മാർ ഏത് നിലപാടെടുത്തോ ആ നിലപാടാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം. ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇവിടെ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ താല്പര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.